അധ്യായം 55 അർ-റഹ്മാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 78. പരമകാരുണികനെന്നാണ് റഹ്മാന്റെ ഭാഷാർത്ഥം. ഈ അധ്യായത്തിലെ ആദ്യ പദമാണിത്. അതോടൊപ്പം ഈ പേര് അധ്യായത്തിന്റെ ഉള്ളടക്കത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ മക്കയിൽ അവതരിച്ചു. ഈ ലോകത്തും പരലോകത്തുമുള്ള ദിവ്യാനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നതാണ് ഉള്ളടക്കം. മരണാനന്തര ജീവിതത്തിൽ സജ്ജനങ്ങളെ കാത്തിരിക്കുന്ന മഹത്തായ സൗഭാഗ്യം അതിമനോഹരമായി പ്രകാശിതമാവുന്നു ഈ അധ്യായത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികൻ. അവൻ ഈ ഖുർആൻ പഠിപ്പിച്ചു. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ സംസാരം അഭ്യസിപ്പിച്ചു. സൂര്യനും ചന്ദ്രനും നിശ്ചിത ക്രമമനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. താരവും മരവും അവന് സുജൂദ് ചെയ്യുന്നു. അവൻ മാനത്തെ ഉയർത്തി നിർത്തി തുലാസ് സ്ഥാപിച്ചു. നിങ്ങൾ തുലാസിൽ ക്രമക്കേട് വരുത്താതിരിക്കാൻ. അതിനാൽ നീതിപൂർവം കൃത്യതയോടെ തുലാസ് ഉപയോഗിക്കുക. തൂക്കത്തിൽ കുറവ് വരുത്തരുത്. ഭൂമിയെ അവൻ സൃഷ്ടികൾക്കായി സംവിധാനിച്ചു. അതിൽ ധാരാളം പഴമുണ്ട്, കൊതുമ്പുള്ള ഈത്തപ്പനകളും. വൈക്കോലോടുകൂടിയ ധാന്യങ്ങളും സുഗന്ധച്ചെടികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? മൺകുടം പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. പുകയില്ലാത്ത അഗ്നിജ്വാലയിൽ നിന്ന് ജിന്നിനെയും സൃഷ്ടിച്ചു. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? 2 ഉദയസ്ഥാനങ്ങളുടെയും 2 അസ്തമയസ്ഥാനങ്ങളുടെയും നാഥൻ അവനത്രേ. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവൻ 2 സമുദ്രങ്ങളെ പരസ്പരം സംഗമിക്കാൻ സാധിക്കുമാറ് അയച്ചുവിട്ടിരിക്കുന്നു. അവ രണ്ടിനുമിടയിൽ ഒരു നിരോധപടലമുണ്ട്. അവ പരസ്പരം അതിക്രമിച്ചു കടക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന പർവ്വതങ്ങൾ പോലെ ഉയരമുള്ള കപ്പലുകൾ അവന്റേതാണ്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ഭൂതലത്തിലുള്ളതൊക്കെയും നശിക്കുന്നവയാണ്. മഹാനും ഗംഭീരനുമായ നിന്റെ നാഥന്റെ അസ്തിത്വം മാത്രമാണ് അവശേഷിക്കുക. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ആകാശഭൂമികളിലുള്ളവയൊക്കെയും തങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവനെന്നും കാര്യനിർവഹണത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ഭൂമിക്ക് ഭാരമായ ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങളുടെ വിചാരണയ്ക്കായി നാം ഒഴിഞ്ഞുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ അതിരുകൾ ഭേദിച്ച് പുറത്തു പോകാനാകുമെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക. നിങ്ങൾക്ക് പുറത്തു കടക്കാനാവില്ല, ഒരു മഹാശക്തിയുടെ പിൻബലമില്ലാതെ. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? നിങ്ങൾ ഇരുകൂട്ടരുടെയും നേരെ തീക്ഷ്ണമായ തീജ്വാലകളും പുകപടലങ്ങളും അയക്കും. നിങ്ങൾക്കവയെ അതിജയിക്കാനാവില്ല. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക?
ആകാശം പൊട്ടിപ്പിളർന്ന് റോസാപ്പൂ നിറമുള്ളതും കുഴമ്പ് പോലുള്ളതും ആയിത്തീരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അന്നേ ദിനം മനുഷ്യനോടോ ജിന്നിനോടോ അവരുടെ പാപമെന്തെന്ന് ചോദിച്ചറിയേണ്ടതില്ലാത്ത വിധം അത് വ്യക്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? കുറ്റവാളികളെ അവരുടെ ലക്ഷണങ്ങൾ കൊണ്ടുതന്നെ തിരിച്ചറിയുന്നതാണ്. അവരെ കുടുമയിലും പാദങ്ങളിലും പിടിച്ചു വലിച്ചിഴയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ഇതാകുന്നു കുറ്റവാളികൾ തള്ളിപ്പറയുന്ന നരകം. അതിനും തിളച്ചുമറിയുന്ന ചൂടുവെള്ളത്തിനുമിടയിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? തന്റെ നാഥന്റെ സന്നിധിയിൽ തന്നെ കൊണ്ടുവരുമെന്ന് ഭയന്നവന് 2 സ്വർഗീയാരാമങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അത് രണ്ടും നിരവധി സുഖൈശ്വര്യങ്ങളുള്ളവയാണ്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും രക്ഷിതാവിന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവ രണ്ടിലും ഓരോ പഴത്തിൽ നിന്നുമുള്ള ഈ 2 ഇനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവർ മെത്തകളിൽ ചാരിക്കിടക്കുന്നവരായിരിക്കും. അവയുടെ ഉൾഭാഗം കട്ടികൂടിയ പട്ടുകൊണ്ടുള്ളതായിരിക്കും. ആ 2 തോട്ടങ്ങളിലെയും പഴങ്ങൾ ഞാന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവയിൽ നോട്ടം നിയന്ത്രിക്കുന്ന തരുണികളുണ്ടായിരിക്കും. ഇവർക്ക് മുമ്പേ മനുഷ്യനോ ജിന്നോ അവരെ തൊട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവർ മാണിക്യവും പവിഴവും പോലിരിക്കും. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെന്ത്? അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവ രണ്ടും കൂടാതെ വേറെയും 2 സ്വർഗത്തോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? പച്ചപ്പ് നിറഞ്ഞ 2 സ്വർഗീയാരാമങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവ രണ്ടിലും കുതിച്ചൊഴുകുന്ന 2 അരുവികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവ രണ്ടിലും പലയിനം പഴങ്ങളുണ്ട്. ഈത്തപ്പനകളും ഉറുമാൻ പഴങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവയിൽ സുശീലകളും സുന്ദരികളുമായ തരുണികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവർ കൂടാരങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ഹൂറികളാണ്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ഇവർക്ക് മുമ്പേ മനുഷ്യനോ ജിന്നോ അവരെ തൊട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? അവർ ചാരുതയാർന്ന പരവതാനികളിലും പച്ചപ്പട്ടിന്റെ തലയണകളിലും ചാരിക്കിടക്കുന്നവരായിരിക്കും. എന്നിട്ടും നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? മഹോന്നതനും അത്യുദാരനുമായ നിന്റെ നാഥന്റെ നാമം അത്യുത്കൃഷ്ടം തന്നെ.